ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെ പോലെ ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ള ഈ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനത്തിന്റെ വീഡിയോ നമ്മൾ കുറെ കാലം മുമ്പ് ചെയ്തതാണ്. ഇത് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും ഇതെന്താ സാധനം എന്ന്. ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടാവും. പ്ലംബിംഗ് ചെയ്യുന്നവരായാലും വയറിംഗ് ചെയ്യുന്നവരായാലും ഇതുപോലത്തെ വർക്കുകൾ ചെയ്യുന്നവർക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. അതേപോലെ സാധാരണ വീടുകളിൽ വരെ ഇത് നല്ല ഉപകാരപ്പെടുന്ന ഒരു സ്ട്രോങ് പ്രോഡക്റ്റ് ആണ്. ഈ സാധനത്തിന്റെ പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപാരമാണ്. അതായത് ഇപ്പൊ ഇത് എല്ലാവർക്കും തന്നെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന സാധനമാണെങ്കിൽ പോലും ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന കുറച്ചൊരു 4-5 ഫംഗ്ഷനുകൾ ഉണ്ടെന്നാണ് ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവർ പറയുന്നത് ശരിക്കും ഇത് 5 രീതിയിൽ ഈ സാധനം യൂസ് ചെയ്യാൻ കഴിയുന്ന. ഞാനൊക്കെ ഇത് ഉപയോഗിച്ചപ്പോൾ ശരിക്കും നമ്മൾ ഇത് അടിക്കാൻ നേരത്ത് ആ അടിക്കുന്ന ഭാഗമൊക്കെ ചിലപ്പോൾ ചെതറിപ്പോകും. അതായത് നമ്മൾ ഈ മെറ്റലിന്റെ ഒരു പീസാണ്, ഈ ഷർട്ടൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന സാധനമൊക്കെ ഞാൻ അടിച്ചപ്പോഴത്തേക്കും അത് ചളുങ്ങി. മെറ്റലൊക്കെ ആണെങ്കിൽ അതേപോലെ ചുമരിൽ നമുക്ക് അങ്ങനെ ചെറിയ യൂസിനൊന്നും പറ്റൂല. ചെറിയ സാധനങ്ങളൊക്കെ അതേപോലെ മരത്തിന്റെ ഫ്രെയിമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അടിച്ച് തകർന്നു പോകും. ഇനിയിപ്പോൾ പൈപ്പിന്റെ ക്ലാമ്പ് ആണെങ്കിൽ തന്നെ ക്ലാമ്പൊക്കെ ഇങ്ങനെ 8 പോലെ ആവും ശരിക്കും അടിച്ചു കഴിഞ്ഞാൽ. അത്രയും പവറാണ് ഈ സാധനത്തിന്. ഇത് അങ്ങനെയല്ലാതെ ഇത് 4-5 തരത്തിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആ വീഡിയോയിലൂടെ ഞാൻ എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പവർ നിങ്ങളെ കാണിച്ചു തരാം കാണാത്തവർക്ക്. അതുകൂടാതെ ഇതിന്റെ ആ 5 ഫംഗ്ഷൻ അല്ലേ അതെന്താന്ന് പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 99% ആൾക്കാർക്കും അറിയില്ല ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതേപോലെ നമ്മുടെ ഷോപ്പിംഗ് ഗ്രൂപ്പുകളിൽ ചേരാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഷോപ്പിംഗ് ഗ്രൂപ്പുകളുടെ ലിങ്ക് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഷെയർ ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ ലിങ്കും അതേപോലെ ഓഫറിൽ വരുന്ന ആമസോൺ അതേപോലെ ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റുകളിൽ ഓഫറിൽ വരുന്ന പ്രോഡക്റ്റുകളുടെ ലിങ്കും അതിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓഫറിൽ പ്രോഡക്റ്റുകൾ വാങ്ങുവാൻ അതിൽ നിന്ന് സാധിക്കുന്നതാണ്. അപ്പോൾ അധികം ഒന്നും പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഈ ഗണ്ണ് മേടിച്ചപ്പോൾ കിട്ടിയ അതിൻ്റെ എക്സ്ട്രാ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെയാണിത്. ഇതായിരുന്നു ഇതിൻ്റെ ഒപ്പം കിട്ടിയ. അതുപോലെ ഇത് കുറച്ച് നൈൽസും കിട്ടിയായിരുന്നു. കുറച്ച് നൈൽസ് നമ്മൾ യൂസ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളറിയാത്ത കുറച്ച് ഫംഗ്ഷൻസ് ആണ്. നമുക്ക് ഇത് ആദ്യം നമുക്കിത് നോർമലി അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് ആദ്യം നോക്കുന്നത്. ജസ്റ്റ് വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്കിത് ഇതുപോലെ ആ നെയിൽ ഇതിലേക്ക് വെക്കുന്നു. അതിന് മുമ്പായിട്ട് നമ്മുടെ കണ്ണിനൊക്കെ പ്രൊട്ടക്ഷൻ നമ്മൾ എപ്പോഴും നേരത്തെ നോക്കണം. അതുപോലെ കൈക്കൊക്കെ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ചെവിയിൽ എന്തെങ്കിലും ഇയർഫോണോ അല്ലെങ്കിൽ ഇയർ പ്ലഗോ കാര്യങ്ങളോ വെക്കേണ്ടതാണ്. നമുക്ക് ആദ്യം നോർമലി ഒന്ന് ഇത് ചുമരിൽ അടിച്ചു നോക്കാം. അപ്പോൾ ഇത് കാണാം, ഇത് നമ്മൾ നോർമലായിട്ട് അടിച്ചിരിക്കുന്നതാണ്. ഇതാണ് ശരിക്കും ഇതിന്റെ നോർമൽ മെത്തേഡ്. ഇത് നമുക്ക് 0 എന്നുള്ള ഒരു മെത്തേഡായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് അടിച്ചപ്പോൾ തന്നെ കാണാം നമുക്ക് അതിന്റെ വാഷറൊക്കെ ഉള്ളിലേക്ക് നല്ലപോലെ കയറിപ്പോയിട്ടുണ്ട്. അതായത് കോൺക്രീറ്റിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നോർമലി നമുക്ക് ഓട്ടോന്റെ ഫ്രെയിം അല്ലെങ്കിൽ എന്തെങ്കിലും കലണ്ടർ തൂക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഇതേപോലെ അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ സോപ്പ് വെക്കുന്നതോ സ്റ്റാൻഡുകളോ സാധനങ്ങളോ ഇങ്ങനെ അടിക്കണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇത് അടിച്ചു കഴിഞ്ഞാൽ ആ സാധനം പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. കോമൺലി എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഇതാണ്. പക്ഷെ അതല്ലാണ്ട് ഇതിൽ നമുക്ക് 4 രീതിയിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും. നമുക്ക് ഇനി അതെന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഭാഗം ആദ്യം അഴിച്ചെടുക്കുകയാണ്. ഇത് ഈ രീതിയിൽ നമുക്ക് ഇത് അഴിഞ്ഞു കിട്ടും. ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോൾ ഒരു 3 സ്ക്രൂകൾ അല്ലെങ്കിൽ 4 സ്ക്രൂ കാണാം. ഇത് ഞാൻ മറ്റൊരു ചാനലിൽ കണ്ടപ്പോഴാണ് ഇതിന്റെ ഐഡിയാസ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതൊരു ഗിയർ സിസ്റ്റം പോലെ വർക്ക് ചെയ്യും. നമുക്കിത് ഇനിയും 5 രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിൽ ഒരു സ്ക്രൂ നമുക്ക് ആദ്യം അഴിച്ചു നോക്കാം. ആദ്യത്തെ നമ്മൾ ഒരു സ്ക്രൂ അഴിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ ഒരു സ്ക്രൂ അഴിച്ചു. ഈ സ്ക്രൂ അഴിച്ചിട്ട് കളയാണ്ട് എടുത്തു വെക്കണം കേട്ടോ. അതിനുശേഷം നേരത്തെ പോലെ തന്നെ നമ്മൾ അതിൻ്റെ ഇത് കിട്ടു തിരിച്ച് ഫിറ്റ് ചെയ്യാണ്. അടുത്തതായിട്ട് നമ്മൾ വീണ്ടും അതിൽ നൈലിട്ടു. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒന്ന് അടിച്ചു നോക്കാം. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ അടിച്ചു. രണ്ടാമത്തെ നമ്മൾ ആ സ്ക്രൂ ഒഴിവാക്കിയിട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ കുറേയും കൂടെ സ്ട്രോങ്ങിലാണ് ഇതിന്റെ ആണി കയറിയിരിക്കുന്നത്. ഇതിനെ അപേക്ഷിച്ച് ഇത് ഒന്നും കൂടെ ഉള്ളിലേക്ക് പോയിരിക്കുകയാണ്. നമുക്കിത് ഒന്നാമത്തെ മെത്തേഡായിട്ട് മാർക്ക് ചെയ്യാം. അതായത് കോൺക്രീറ്റിലൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രൂ ഒഴിവാക്കിയിട്ട് ഉപയോഗിക്കാം. നോർമലി 4 സ്ക്രൂ ഉള്ള സമയത്ത് നോർമലി ഇതുപോലെ സാധാരണ ഭിത്തികളിൽ ഉപയോഗിക്കാം. കോൺക്രീറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെറ്റലിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു സ്ക്രൂ ഒഴിവാക്കിയിട്ട് ഉപയോഗിക്കാം. നമുക്ക് അടുത്തത് ഒരു സ്ക്രൂ കൂടെ ഒഴിവാക്കി നോക്കാം. ശേഷിക്കുന്ന 3 സ്ക്രൂ ഉണ്ട്. നമ്മളതിലെ ഒന്നും കൂടെ ഒഴിവാക്കുകയാണ്. ഒഴിവാക്കിയതിന് ശേഷം നേരെ നമുക്കിത് ഫിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു നൈല് വെക്കാം. അടുത്തത് പൊട്ടിക്കാം.
ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാം, കുറച്ച് സ്ട്രോങ് കുറഞ്ഞിട്ടുണ്ട്. ഇതിനെ അപേക്ഷിച്ചും ഒന്നും കൂടെ ഇതിന്റെ പവർ കുറഞ്ഞു ാണ് ഈ രണ്ടാമത്തെ മെത്തേഡിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത 2 സ്ക്രൂ ഉണ്ട്, അതിലെ മൂന്നാമത്തെ സ്ക്രൂ കൂടെ ഒഴിവാക്കി നോക്കാം. ഓരോ ഉപയോഗത്തിന് ശേഷവും നമ്മൾ അതിൻ്റെ കേസ് ഇതേപോലെ തള്ളിക്കളയണം, അല്ലെങ്കിൽ അതിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. മൂന്നാമത്തെ സ്ക്രൂ ആണ് ഇത് അഴിച്ചു വരുന്നത്. അതിനുശേഷം അത് പഴയ പോലെ ഫിറ്റ് ചെയ്തു. അടുത്ത നെയിലിട്ടു. നമ്മൾ മൂന്നാമത്തെ അതിൻ്റെ അടുത്ത് തന്നെ നോക്കുകയാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഈ വാഷർ വരെ വളരെ ഫ്രീ ആയി നിൽക്കുന്ന രീതിയിലാണ് 3 എണ്ണം ഒഴിവാക്കിയതിന് ശേഷം മൂന്നാമത്തെ മെത്തേഡിലൂടെ കാണുന്നത്. ഇനി നമുക്ക് നാലാമത്തെയും കൂടെ നോക്കാം. നാലാമത്തെ ഒഴിവാക്കി നേരെ നമ്മൾ തിരിച്ചു വെക്കുന്നു, വീണ്ടും ടൈറ്റ് ചെയ്യുന്നു, ഒരു നൈലെടുക്കുന്നു, അടുത്ത പൊട്ടിക്കുന്നു. ഇത് നിങ്ങൾക്ക് കാണാം, ഇത് തീർത്തും അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഇതിൽ നിങ്ങൾക്ക് കാണാം 3 ഡിഫറെൻറ്റ് പവറിലാണ് ഇത് നമുക്ക് ഡ്രിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ആദ്യത്തെ ഒരു മെത്തേഡ് ഇത് കോൺക്രീറ്റിനും മറ്റും, അതുപോലെ രണ്ടാമത്തത് നമുക്ക് സാധാരണ ചുമരിനും ഉപയോഗിക്കാം. മൂന്നാമത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുമരിലേക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഷീറ്റുകളോ അതേപോലെ ചെറിയ ഈ ജനലിനൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഷീറ്റ് മറ്റും ഉണ്ടെങ്കിൽ അതേപോലെ 4 ഭാഗത്തൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഇതേപോലെ നമുക്ക് മൂന്നാമത്തെ ഈ മെത്തേഡ് ഉപയോഗിക്കാം. നേരെ മറിച്ച് നാലാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൂമിൽ എന്തെങ്കിലും ഹാങ് ചെയ്ത് ഇടാനും മറ്റും ഈ നാലാമത്തെ ഉപയോഗിക്കാം. സാധാരണഗതിയിൽ ഇതിങ്ങനെ കയറി പോകാൻ പാടില്ല. ഈ ഒരു രീതിയിൽ നിൽക്കുന്ന രീതിയിലാണ് ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടില്ല. ഇതിൽ എന്തുകൊണ്ടോ അങ്ങനെയാണ്. പക്ഷെ നമുക്ക് ഇതെന്തെങ്കിലും ഭിത്തിയിൽ തൂക്കിയിടാനോ കലണ്ടർ തൂക്കാനോ ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഇത് ഉപയോഗിക്കാവുന്നതാണ്. ശരിക്കും ഇത് പക്ക കോൺക്രീറ്റ് ആണ്. നമുക്ക് കോൺക്രീറ്റിൽ ജസ്റ്റ് ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതേപോലെ സ്ട്രോങ്ങിൽ കയറിയിട്ടുണ്ട്. ഇത് നമുക്ക് വെറുതെ ജസ്റ്റ് ഒരു ഇരുമ്പിൻ്റെ പൈപ്പിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമ്മളിത് നല്ല സ്ട്രോങ് ഇരുമ്പിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ, നമുക്ക് ഇത് നോക്കാം. ഇതുണ്ട്, ഇരുമ്പിൽ വരെ ഇത്ര സ്ട്രോങ് ആയിട്ട് കയറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ തുളഞ്ഞ് ഇപ്പുറത്തേക്ക് എത്തി. ഇതിൻ്റെ പവർ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ? ഇതിന്റെ ഉള്ളിലുള്ള 5 ഫംഗ്ഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? ഇനി നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ സാധനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെഷീനിലും ഇതേപോലെ ഒന്ന് പരിശോധിക്കുക. അതേപോലെ ഇല്ലാത്തവരൊന്ന് മേടിച്ചു നോക്കുക. നമ്മുടെ വീട്ടിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തേക്കാം. അതേപോലെ ടാഗും ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ട പോലെ ഒരു സംഭവമല്ല. ഇപ്പൊ ഞാൻ മേലെ കാണിച്ചു തരാം അതിന്റെ പിക്ചർ. അതേപോലെ ആണ് ഇതിന്റെ മാറ്റങ്ങൾ വരുന്നത്. എന്റെ മെഷീനിൽ കാര്യമായിട്ടുള്ള ഒരു ചെറിയ വേരിയേഷൻ മാത്രമേ ആ പവറിൽ കാണിക്കുന്നുള്ളൂ. പ്രസ്തുത വീഡിയോയിൽ കാണിച്ച രീതിയിലാണെങ്കിൽ ഇത് വളരെയധികം നമുക്ക് 4 രീതിയിൽ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഒന്ന് സാധാരണ കോൺക്രീറ്റിലേക്ക് അടിക്കാവുന്ന പോലെ, പിന്നെ ഒന്ന് മെറ്റൽ അടിക്കാവുന്ന രീതിയിൽ, പിന്നെ ഒന്ന് നമുക്ക് കലണ്ടറൊക്കെ തൂക്കുന്ന ആണി അടിക്കുന്ന പോലെ തന്നെ പകുതി ഇങ്ങനെ നിൽക്കുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സംശയം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് കൂടെ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് ജസ്റ്റ് പോയി കാണാം. ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതിയേക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത്ര നേരം വീഡിയോ കാണുന്നുണ്ട്, ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതേപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കാതിരിക്കുക. ഷോപ്പിംഗ് ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഷോപ്പിംഗ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ പോയി ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഓഫറിലെ പ്രോഡക്റ്റുകൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. ഇതുവരെയും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പൊ ഇതുപോലത്തെ അടിപൊളി വിഷയമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അടുത്ത ദിവസങ്ങളിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.